60 ദിവസങ്ങൾക്ക് മുമ്പ് i2i ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന് നീതി ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. ഒരുപക്ഷെ ലോക മാധ്യമ ചരിത്രത്തിൽ ആദ്യമാവാം ഒരു ഡിജിറ്റൽ മീഡിയ, ഒരു പ്ലാറ്റ്ഫോം ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നീണ്ട 60 ദിനം, കഴിഞ്ഞ 60 ദിവസങ്ങളിലായി തുടർച്ചയായി ഒരു വിഷയത്തിൽ ശ്രദ്ധയൂന്നി ആ ഒരു ലക്ഷ്യവുമായി നമ്മൾ മുന്നേറുകയായിരുന്നു. ഒരു യുവനേതാവിനെ, സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവ് തന്നെ വ്യക്തിഹത്യ ചെയ്ത് അപവാദ കഥകൾ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കി പാർട്ടിയെ തന്നെ ക്ഷയിപ്പിച്ച് പിണറായി സർക്കാരിന് 3ാം തവണയും ഭരണം ഉറപ്പുവരുത്തുവാൻ ആരംഭിച്ച ആ വിപ്ലവത്തിന് നമ്മൾ കൊടുത്ത പേര് ജട്ടി വിപ്ലവം എന്നാണ്. അപ്രകാരം ഒരു വിപ്ലവം നയിക്കുന്ന ആ കേക്കച്ചനെ ഒരു പാഠം പഠിപ്പിക്കുക, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. മിഷൻ 60 നമ്മൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല, രാഹുലിന് നീതി ലഭിക്കുക. നമുക്ക് പാർട്ടിയോടോ ഈ പാർട്ടിയിലെ നേതാക്കന്മാരോടോ ഒന്നും യാതൊരു വിരോധവുമില്ല. കാരണം ഈ കോൺഗ്രസ് അധികാരത്തിൽ വരണം, പിണറായിയുടെ ദുർഭരണം ഇല്ലാതാക്കി വരുന്ന തവണ 2026 നിയമസഭയിലേക്കുള്ള ആ ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറണം എന്ന ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ജനങ്ങളുടെ ആ ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയാണ് നമ്മൾ നിലകൊണ്ടതും. എന്നാൽ ആ ആഗ്രഹത്തെ തകിടം മറിക്കുന്ന തരത്തിലുള്ള 2016-ലും 2021-ലും കോൺഗ്രസിനെ ഭരണം കിട്ടാതെ തകർത്ത് കളഞ്ഞ ആ കേക്കച്ചൻ തന്നെ ഇത്തവണയും ഭരണം ലഭിക്കാതിരിക്കുവാനുള്ള ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കണ്ട് അത് മനസ്സിലാക്കിയാണ് i2i ന്യൂസ് ഇപ്രകാരം ഒരു ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത്. മിഷൻ 60 നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുലിന് നീതി ലഭിക്കുക. അപ്രകാരം ലോകമെമ്പാടുമുള്ള രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ i2i ന്യൂസിലൂടെ നമ്മൾ നൽകി. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുക മാത്രമല്ല, MLA സ്ഥാനവും രാജിവെപ്പിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എത്ര തിടുക്കപ്പെട്ടാണ് ഇവർ ആസൂത്രണം ചെയ്ത. ഇവർ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് ഇട്ടുകൊടുക്കുന്നു, അവരെ കൊണ്ട് വാർത്ത ചെയ്യിക്കുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ നടപടിയെടുക്കുന്നു. ഈ 60 ദിവസം പിന്നിടുമ്പോഴും ഈ കേക്കച്ചൻ എന്ന നാണം കെട്ടവനോട് ജനങ്ങൾക്കുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്, ഇപ്പോഴും മുഴങ്ങുന്ന ഒരേ ഒരു ചോദ്യം എന്നാണ്, രാഹുലിനെതിരെ എന്തിനു നടപടിയെടുത്തു? രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷത പദവി എന്തിനു നിങ്ങൾ രാജിവെപ്പിച്ചു? എന്തിനു വേണ്ടി രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കി? എന്തിനു നിങ്ങൾ ഗുണവും മണവുമില്ലാത്ത, രാഹുലിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ യോഗ്യതയില്ലാത്ത 4 എണ്ണത്തിനെ പിടിച്ച് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവികളിൽ അവരോധിച്ചു? എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇയാളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് ഇയാൾ എന്ത് നേട്ടമുണ്ടാക്കി? എന്ത് പ്രവർത്തനം നടത്തി? ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് സംഭാവന ചെയ്തു? പൊതുജനങ്ങൾക്ക്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ എന്ത് പ്രവർത്തനം ഇദ്ദേഹം ചെയ്തു? നമ്മുടെ അറിവിൽ, നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ നെടുന്തൂണായ, ഈ പാർട്ടിയിലെ മിടുക്കനായ, നാളെയുടെ വാഗ്ദാനമായ യുവനേതാവായ രാഹുൽ മാങ്കൂട്ടത്തെ നശിപ്പിച്ചു, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തു, അദ്ദേഹത്തെ ഇല്ലാതാക്കി എന്നത് മാത്രമാണ്. അഭിസാരികമാർ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ നമുക്ക് വിഷമമില്ല. വയറ്റിപ്പിഴപ്പിനായി ആരെങ്കിലും പണം കൊടുക്കുമ്പോൾ ഇത്തരക്കാർ അത്തരം പണി ചെയ്യും, സ്വാഭാവികം. ഇതിനു മുമ്പും ഇത്തരക്കാരെ രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട്, ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല നല്ലവരായ നേതാക്കന്മാരെയും ഇവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ആ ഉദാഹരണങ്ങൾ കൊണ്ടും നമ്മൾ പാഠം പഠിക്കാതെ
വീണ്ടും ഒരു നിരപരാധിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഈ 60 ദിവസം പിന്നിടുമ്പോഴും മുഴങ്ങുന്ന ചോദ്യത്തിന് ഇവന്മാർക്ക് മറുപടിയില്ല. കഴിഞ്ഞ ദിവസം KPCCയുടെ അധ്യക്ഷനെന്ന അരമനക്കിങ്ങിണി ഇവന്മാരുടെ കയ്യാളായി വെച്ചേക്കുന്ന അയാളും ഇരുന്ന് ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പറയുന്നത് കേട്ടു, രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുത്തു, ശരിയാണ്, പക്ഷേ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരമില്ല. എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ വെറും ഊഹാപോഹമായിരുന്നില്ലേ, വെറും ആരോപണങ്ങളായിരുന്നില്ലേ എന്നയാൾ പറയുകയുണ്ടായി. എന്ത് തെളിവാണുള്ളത്? പോലീസ് അന്വേഷിച്ചിട്ട് എന്ത് തെളിവാണ് കിട്ടിയതെന്നൊക്കെ ഇയാൾ ചോദിക്കുന്നത് കേട്ടു. എൻ്റെ പൊന്ന് അരമന കിങ്ങിണി, നീയൊക്കെ പിന്നെ എന്തിനാണ് രാഹുലിനെ പുറത്തു നിർത്തിയിരിക്കുന്നത്? എന്തിനാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷത പദവി എടുത്തു മാറ്റിയത്? എന്നിട്ട് നീയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ട് എന്തായി? നാണം കെട്ടതല്ലാതെ, ഈ പാർട്ടിയോടുള്ള ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞതല്ലാതെ, ജനമനസ്സുകളിൽ നിന്നും അകന്നതല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഈ 60 ദിവസങ്ങൾ നമ്മളൊന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ, ഈ 60 ദിവസത്തിനുള്ളിൽ നേട്ടമുണ്ടായത് ആർക്ക്, കോട്ടമുണ്ടായത് ആർക്ക്? ഈ 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കോട്ടമുണ്ടായത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിണറായി സർക്കാരിനെതിരായ ആ കടുത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ, ഭരണകൂട വിരുദ്ധ വികാരം സീറോയിലേക്ക് താഴ്ത്തുവാൻ ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് അവർക്ക് സാധിച്ചു. കഴിഞ്ഞ 60 ദിവസം ITV ന്യൂസ് മിഷൻ 60 ആരംഭിച്ചിട്ട് 60 ദിവസമാകുന്നുവെങ്കിലും ഏതാണ്ട് അതിന് ഒരാഴ്ച മുമ്പെയാണ് വീണ്ടും ഏതാണ്ട് ഒരു 70 ദിവസം കേരള രാഷ്ട്രീയത്തിൽ ഈ വിഷയം നിറഞ്ഞു നിന്നു. സുപ്രധാനമായ പല വിഷയങ്ങളും ഈ വിഷയത്തിനിടയിൽപ്പെട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി. പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി ആയിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഒരു 70 ദിവസം നീണ്ടുനിന്ന ഇതുപോലൊരു വിവാദം, ഇത്രയും മാളിക്കത്തി ഒരു ജനങ്ങളുടെ ഒരു വികാരം, ആ ഭരണകൂട വിരുദ്ധ വികാരം, അത് കേക്കച്ചൻ വിരുദ്ധ വികാരവും ഒടുവിൽ അത് ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരവുമായി മാറി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഇവർ ഇപ്പോഴും ഇത് തുടങ്ങിയപ്പോഴും ITV ന്യൂസ് ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഇത് വീണ്ടും പിണറായി വിജയന് തുടർഭരണം ഉറപ്പാക്കുവാൻ ഇതൊരു കൊട്ടേഷനാണ്, തനിക്ക് മുഖ്യമന്ത്രി കസേര ലഭിക്കത്തില്ല, അതുകൊണ്ട് കൃത്യമായ ഡീൽ ഉറപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനമാണ് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നരാധവൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ശരിവെക്കുന്നതാണ് തുടർന്നുള്ള ഓരോ പ്രവർത്തനങ്ങൾ. 60 ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴും അവരിപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, രാഹുലിനെ തിരികെ എടുത്താൽ വീണ്ടും കോൺഗ്രസിന് വളരെ അനുകൂലമായ ഒരു തരംഗമുണ്ടാവും. ആ വിഷമിച്ചിരുന്ന ജനങ്ങളെല്ലാം സന്തോഷിക്കും. വീണ്ടും കോൺഗ്രസിന്റെ ആ പ്രവൃത്തിയെ അവർ അഭിനന്ദിക്കും. അവർ ആ കോൺഗ്രസ് ഭവനത്തിലേക്ക് മടങ്ങി വരും. ആ നഷ്ടപ്പെട്ട ആ തേജസ് പാർട്ടിക്ക് വീണ്ടും ലഭിക്കും. മടങ്ങി വരുന്ന രാഹുൽ വർദ്ധിത വീര്യനായി എതിരാളികളെ നേരിടും. അദ്ദേഹം ശക്തമായി കളത്തിലിറങ്ങും, സമരങ്ങൾ നയിക്കും. ആ ഡൈനാമിക്സ് തന്നെ മാറും. അപ്രകാരം സംഭവിച്ചാൽ അഡ്വാൻസ് മേടിച്ചു, പിണറായിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് മേടിച്ചു. അവർക്ക് തുടർഭരണം ഒരുക്കുവാൻ, അവർക്ക് വഴിവെട്ടുവാൻ ഈ നാണം കെട്ടവനും സംഘവും അഡ്വാൻസ് മേടിച്ചു. അപ്രകാരം വീണ്ടും ഒരു പോസിറ്റീവായി കാര്യങ്ങൾ വന്നാൽ ഇവന്മാരുടെ പ്ലാനുകൾ തകരും, ഈ പ്രസ്ഥാനം വളരും. അതുകൊണ്ട് മാത്രമാണ് 60 ദിവസമായിട്ടും ഈ വിഷയം പരിഹരിക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ 60 ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. ഇവരുടെ ലക്ഷ്യം ഈ കോൺഗ്രസിനെ നശിപ്പിക്കലാണ്, ഈ പ്രസ്ഥാനത്തെ തകർക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ITV ന്യൂസ് ഏതാണ്ട് 50 ദിവസം എത്തിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഈ മിഷൻ 60 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഈ മിഷൻ നമ്മൾ 250 ഡേയ്സ്, മിഷൻ 250 എന്ന പേരിൽ 250 ദിവസങ്ങളിലേക്ക്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് വോട്ടെണ്ണൽ കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് വരെ തുടരുന്ന തരത്തിലുള്ള ഒരു 250 ദിനം നീണ്ടു നിൽക്കുന്ന മിഷൻ 250 ആണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഇവർ 60 ദിവസങ്ങൾ കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കത്തില്ല. ഈ പ്രശ്നത്തെ വലിച്ചു നീട്ടി ഒരു നീറുന്ന പ്രശ്നമായി കൊണ്ടുപോയി തദ്ദേശ സ്വയംഭരണങ്ങളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച് ഈ പാർട്ടിയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ കോൺഗ്രസിന് അത് നേട്ടമുണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി പോലെ ഈ വിഷയം, രാഹുൽ വിഷയം നീറി നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള
ആരോപണങ്ങൾ പടച്ചുവിട്ട് ഇതിനെ ലൈവാക്കി നിർത്താനായിരുന്നു പദ്ധതി. എന്നാൽ ഈ ഒരൊറ്റ വിഷയത്തിലൂന്നി കഴിഞ്ഞ 60 ദിവസം നമ്മൾ ഊണും ഉറക്കവുമില്ലാതെ ഒരു ദിവസം ഏതാണ്ട് 10-18 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പുറകിൽ നിൽക്കുന്നത് ഇപ്പോഴും നിൽക്കുന്നത്. ഇതേ വികറോടുകൂടി 250 ദിവസവും നമ്മൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ലക്ഷ്യത്തിലാണോ മിഷൻ 60 ആരംഭിച്ചത്, അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ പല നേട്ടങ്ങളും നമ്മൾ നേടി. നിയമസഭയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു, നിയമസഭയിൽ രാഹുൽ വന്നു. പാലക്കാട് രാഹുലിനെ കാലുകുത്തിക്കത്തില്ല എന്ന് പറഞ്ഞു, പാലക്കാട് രാഹുൽ എത്തി. പൊതുപരിപാടികളിൽ അയാളെ സജീവമാക്കത്തില്ല, പങ്കെടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു, പൊതുപരിപാടികളിൽ അദ്ദേഹം ഓടി നടന്നിപ്പോൾ പങ്കെടുക്കുന്നു. അതിലെല്ലാം വിജയിച്ചു. പക്ഷെ ഇപ്പോഴും വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ രാഹുൽ തൻ്റെ ജീവിതം മാറ്റിവെച്ചത്, ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ പോലീസുകാരുടെ അടികൊണ്ടത്, ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ ജയിലിൽ കിടന്നത്, ഏതൊരു പ്രസ്ഥാനത്തിനാണോ ഇനി ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാവും, കൃത്യമായി അടുത്തത് വരുന്നത് ഒരു കോൺഗ്രസ് സർക്കാരാണ് എന്ന ഒരു ഇൻഡിക്കേറ്റർ, ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വളരെ ശക്തമായ ഒരു പോരാട്ടത്തിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ വമ്പൻ അട്ടിമറി നടന്നിട്ട്, ത്രികോണ മത്സരം നടന്നിട്ട്, അവിടെ ഏതാണ്ട് 19,000-അടുത്ത് വോട്ടുകൾ പിടിച്ച് ഒരു വലിയ പോസിറ്റിവിറ്റി, ചത്തുകിടന്ന ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു പുനരുജ്ജീവനം നൽകിയ, ഒരു പുതുജീവിതം നൽകിയ ആ യുവനേതാവിനെയാണ് ഈ നാണംകെട്ടന്മാർ എല്ലാം മറന്ന്, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അദ്ദേഹം നൽകിയ എല്ലാ സേവനങ്ങളും മറന്ന്, അതിൻ്റെ ചെറിയ ഘടകമായ KSU മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ കൃത്യമായി ആരും കെട്ടിയിറക്കിയതായിരുന്നില്ല, ആരുടെയും മാനസപുത്രനായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. തൻ്റെ കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും ആ ടീം വർക്ക് കൊണ്ടും എമേർജ് ചെയ്ത ഒരു ലീഡറായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ ആരും കെട്ടിയിറക്കിയതല്ല. ഇന്ന് നമ്മൾ യൂത്ത് കോൺഗ്രസ് പദവിയിലേക്ക് പലരെയും ഇറക്കിയപ്പോൾ പല ആരോപണങ്ങൾ വന്നു. ഇത് ആ കുറ്റിച്ചൂലിൻ്റെ പെട്ടിചുമപ്പുകാരൻ, ഇത് മറ്റൊരു കുറ്റിച്ചൂലിൻ്റെ പെട്ടിയെടുപ്പുകാരൻ എന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും പെട്ടി ചുമന്നോ ആരുടെയും മുന്നിൽ കുനിഞ്ഞു നിന്നോ ആയിരുന്നില്ല അദ്ദേഹം ഒരു നേതാവായി ഉയർന്നു വന്നത്. എത്ര തന്മയത്വത്തോടുകൂടി, എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു ചാട്ടമോ ബഹളിയോ വെപ്രാളമോ ഒന്നുമില്ലാതെ ഓരോ കാര്യങ്ങളും എന്ത് രസകരമായി ആയിരുന്നു അവതരിപ്പിക്കുന്നത്. എത്ര പക്വമാണ്. അയാളുടെ ആ ആക്ച്വൽ ഏജും അദ്ദേഹത്തിൻ്റെ ആ പക്വതയും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുപരിയുള്ള ഒരു പക്വത അദ്ദേഹം ഓരോ കാര്യങ്ങളിലും പ്രദർശിപ്പിച്ചു. എത്ര കൃത്യമായി, എത്ര ഷാർപ്പായിയാണ് ഓരോ വിഷയങ്ങളിൽ ഇടപെട്ടത്, അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതുപോലൊരു നേതാവ് ഇന്ന് ഈ പ്രസ്ഥാനത്തിലുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. രാഹുലിൻ്റെ വീഡിയോകൾ, രാഹുലിൻ്റെ പ്രതികരണങ്ങൾ വന്നപ്പോൾ ഓരോ മാധ്യമങ്ങളിൽ എത്ര ലക്ഷം പേർ കണ്ടു. ഇന്ന് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ കീചകൻ, ഈ വൃത്തികെട്ടവൻ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സരിതാ വേണുഗോപാലൻ എന്ന് പറയുന്ന മറ്റൊരു വൃത്തികെട്ടവൻ വന്ന് നിൽക്കുമ്പോൾ എത്ര പേർ അത് കാണുന്നുണ്ട്. ഇവന്മാർ കൃത്യമായി മാസപ്പടി കൊടുക്കുന്ന, കവർ കൊടുക്കുന്ന ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വന്ന് ഇയാളുടെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഓരോ വീഡിയോയുടെയും അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ വായിക്കുക. എത്ര പേർ അതൊക്കെ കാണുന്നുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, എത്രത്തോളം പുച്ഛത്തോടു കൂടിയാണ് ജനങ്ങൾ ഇതൊക്കെ കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവിയോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല. ഇവർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് മുക്ത കേരളമാണ്. ഇത് BJP സർക്കാരിൻ്റെ കയ്യിൽ നിന്നും, സംഘപരിവാർ ശക്തികളുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി KC വേണുഗോപാൽ അച്ചാരം വാങ്ങിയപ്പോൾ ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ, ഞങ്ങൾ ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയാണ് ഈ പാർട്ടിയെ ഇവിടെ നശിപ്പിക്കുവാൻ നോക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇയാളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര സെൽഫിഷായി, എത്ര ഏകാധിപതിയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യത്തിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലി ആഘോഷിക്കുന്നത് ഒന്ന് കണ്ട ശേഷം അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രകാശം ചൊരിയുന്ന ഒരു കാഴ്ചയാണ്. ആ പ്രകാശം ചൊരിയുന്ന ആ കാഴ്ച കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം ആ ദൃശ്യങ്ങളിലേക്ക്.
രാഹുൽ വളരെ ശക്തനായി തന്റെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഈ 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ കേക്കച്ചന് ഉണ്ടായ ഒരു അനുഭവം, അയാളുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വി.ഡി. സതീശൻ എന്ന പേര് തന്നെ സകല ജനങ്ങളും മറന്നുപോയി. ഇന്ന് കേക്കച്ചൻ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇയാളെ അറിയുകയുള്ളൂ. ഇയാളുടെ ആ കപടമുഖം, ഈ 60 ദിവസം കൊണ്ട് ഇയാൾ ഒരു തമ്പുരാനാണ്, ഒരു തമ്പ്രാനാണ് എന്ന തരത്തിൽ ഏകാധിപതി പോലെയാണ് ഈ വി.ഡി. സതീശനെ ഇയാളെ അടുത്തറിയാവുന്ന 40-45 വർഷമായി ഇദ്ദേഹത്തിന്റെ സകല ഇന്നാനൗട്ടും അറിയാവുന്ന, ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച, ഇദ്ദേഹം ഇല്ലായ്മ ചെയ്ത നേതാക്കന്മാർ തന്നെ വന്ന് ITV ന്യൂസിലൂടെ ആ സത്യം വെളിപ്പെടുത്തി. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആള് ആരാണെന്ന്. അപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇവൻ നെട്ടൂരിൽ പണ്ട് മണി ചെയിൻ തട്ടിപ്പുമായി നടന്ന ഒരു തീവട്ടിയാണ് ഈ നെട്ടൂർ സതീശൻ എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഒരു ലാബി സ്കൂട്ടർ പോലും ഇല്ലാതെ, ദാരിദ്ര്യത്തെ കുറ്റം പറയുകയല്ല, നമ്മളെല്ലാവരും വളരെയേറെ കഷ്ടതകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കയറി വന്ന ആളുകളാണ്. അതൊന്നും ഒരു കുറ്റമോ കുറവോ അയോഗ്യതയായി കാണുന്നില്ല. എന്നാൽ ലാംബി സ്കൂട്ടറിൽ പെട്രോൾ പോലും അടിക്കാനില്ലാതെ വന്ന് അവൻ കൂലിപ്പണി ചെയ്യുകയായിരുന്നില്ല. മണി ചെയിൻ തട്ടിപ്പ് മോഡലിൽ പണം തട്ടി നാട്ടുകാരെ പിടുങ്ങിയ ഒരു കള്ളനിൽ നിന്നും, ഒരു തെമ്മാടിയിൽ നിന്നും അവൻ ഇന്ന് പ്രതിപക്ഷ നേതാവിലേക്ക് ഉയർന്നിരുന്നു. അപ്പോൾ ഇവന്റെ ആ ബോഡി ലാംഗ്വേജിലൂടെ ഈ കേക്കച്ചൻ പറയുന്നത്, എനിക്ക് മലരാണ് പോയാൽ, കാരണം ശൂന്യതയിൽ നിന്നും ഒരു ലാംബി സ്കൂട്ടറിൽ നിന്നും വന്നവനാടാ ഞാൻ. എനിക്കതുകൊണ്ട് ഇന്ന് ആയിരക്കണക്കിന് കോടികൾ ഞാൻ കള്ളക്കമ്പട്ടം നടത്തിയും കമ്മീഷൻ മേടിച്ചും വഞ്ചിച്ചും കുതികാലി വെട്ടിയും പാർട്ടിയെ വ്യഭിചരിച്ചും ഒറ്റിക്കൊടുത്തും ഞാൻ ഉണ്ടാക്കി. ഏതവനാടാ എന്നോട് ചോദിക്കാൻ എന്ന ധാർഷ്ട്യം ഈ നെട്ടൂരിലെ ഈ നാണം കെട്ടവനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവൻ കുടുംബത്തിൽ പിറന്നവനല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള യുവനേതാവിനെ ഒതുക്കണമെങ്കിൽ, അവനെ നശിപ്പിക്കണമെങ്കിൽ ഒരിക്കലും ഒരു നല്ല അപ്പന് പിറന്ന ഒരുത്തിന് സാധിക്കത്തില്ല. ആ അന്വേഷണം എത്തി നിന്നത്, നെട്ടൂരിൽ എത്തി നിന്നത് ഇവനൊരു കുടുംബത്തിൽ പിറക്കാത്തവനും വെറും ഒരു നാണം കെട്ടവനുമാണ്. ഇവന്റെ പിന്നാമ്പറം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സിമി ജോൺ റോസ്ബെല്ലിനെ പോലെയുള്ള നല്ല കുടുംബത്തിൽ പിറന്ന, നല്ല അപ്പന് പിറന്ന, നല്ല തറവാട്ട് മഹിമയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല കാര്യപ്രാപ്തിയുള്ള, നല്ല ഓർഗനൈസിംഗ് സ്കില്ലുള്ള, ലീഡർഷിപ്പുള്ള യുവതികളെ പോലും ഇവൻ വെറുതെ വിട്ടില്ല. കാരണം ഇവന്റെ ഇംഗിതത്തിന് നിന്ന് കൊടുക്കുന്നവരെയും, ഇവൻ ഒരിക്കലും നാളെ ഭീഷണിയാകാത്തവരുമേ ഇവന് ആവശ്യമുള്ളൂ. അസൂയമൂത്ത് വരാൻ പോകുന്ന 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഇവൻ വെട്ടിനിരുത്തലുകൾ ആരംഭിച്ചു. ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരന്റെ മനസ്സും ക്രൂരന്റെ മനസ്സുമായി നടന്ന ഈ സെൽഫിഷായിട്ടുള്ള ഈ വി.ഡി. സതീശൻ വന്ന പാതകളിലെല്ലാം കൊള്ളാവുന്നവരെ വെട്ടി നിരത്തിയാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം വെറും ആഭാസനായ ഇവൻ തൻ്റെ പാർട്ടി സെക്രട്ടറിയായിരുന്ന താരകേശന്റെ ഭാര്യയെ താരകേശന് മദ്യം മേടിച്ചു കൊടുത്ത് അവനെ കുടിപ്പിച്ച് അവനെ ഇല്ലാതാക്കി, അവനെ നശിപ്പിച്ച്, അവനെ ബോധമില്ലാതെ അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ആ വണ്ടിയിൽ തന്നെ അവൻ്റെ ഭാര്യയെ പാർട്ടി ഓഫീസിൽ കൊണ്ട് പ്രാപിക്കുന്ന വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ടും അയാൾ എറണാകുളം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന PS രാജേന്ദ്രപ്രസാദിനെതിരെ ഒരു നടപടിയെടുക്കുവാൻ പോലും ഇവന്റെ കിണ്ടിക്ക് ഉറപ്പുണ്ടായില്ല. അവനൊന്നും മിണ്ടാതെ നിന്നു. എടാ നാണം കെട്ടവനെ, നീ കീറിയ നിക്കറുമായി വന്ന് എന്നെ പ്രാപിക്കാൻ വന്നവനല്ലേടാ, നിനക്ക് എന്ത് വിലയാടാ ഉള്ളതെന്ന് താരകേശന്റെ താരകപ്പെണ്ണ് ചോദിച്ചപ്പോഴും ഇവന്റെ വായിൽ പിരിവെട്ടി മിണ്ടാതിരുന്നു. അവൾക്കെതിരെയും ഇവൻ പരാതി കൊടുക്കുവാനുള്ള ശേഷിയുണ്ടായില്ല. AICCയുടെ മീൻമണ്ടിയിൽ വന്ന പണം കെട്ടവൻ നീയല്ലേടാ, ആ പണം കെട്ടത് കൊണ്ടല്ലേ 36 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 3500-നും 5000-നും വോട്ടിനും ഈ പാർട്ടി 2021 തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ഇവന് ഉത്തരമില്ല. 2016 സ്വന്തം പാർട്ടിക്ക് റിബലായി നിന്ന് ഉമ്മൻചാണ്ടിയെ പോലുള്ള മഹാനായ നേതാവിനെ സരിതയെ ഇറക്കി നശിപ്പിക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഭരണം അഴിമതിയിൽ മുങ്ങിയതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ഈ നാണം കെട്ടവൻ ഇന്നും ഓർക്കണം, ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കി ഉമ്മൻചാണ്ടിയുടെ മകനെ ഇപ്പോൾ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ നാണക്കെട്ടവൻ അവൻ ഇന്നും 2026-ലും നിൽക്കുകയാണ് ഈ പാർട്ടിയുടെ അടിവേരിറക്കുവാൻ എന്ന് പറയുമ്പോൾ, നാണം കെട്ട കോൺഗ്രസ്സുകാരെ, നിനക്കൊന്നും ബോധമില്ലേ എന്ന് നിങ്ങളൊക്കെ സ്വയം ആലോചിക്കുക. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് മിഷൻ 250യുമായി ITV ന്യൂസ് എത്തുന്നത്. ഇയാളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, ഇവനോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ജനങ്ങളെ ഓർത്ത്,
ഓരോ ജനതയും അവരർഹിക്കുന്ന നേതാവിനെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ അർഹിക്കുന്നത് ഈ തീവട്ടിയെയാണോ എന്ന് ഓരോ മലയാളിയും ചിന്തിക്കണം. നമ്മുടെ സംസ്ഥാനത്തെ നയിക്കുവാൻ അണലി പോകുമ്പോൾ രാജവെമ്പാല വരുന്നു എന്നൊരവസ്ഥയാണോ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടുന്നത്? ഇത്രയും നീചനായ നികൃഷ്ടനായ ഒരു അധമനെ വേണോ? 10 കൊല്ലം സഹിച്ചില്ലേ? എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു. അതിലും എത്രയോ ഭീകരനാണ് പിണറായിയേക്കാൾ എത്രയോ ഭീകരനാണ്, മ്ലേച്ഛനാണ് ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവന് അട്ടയ്ക്ക് കൊമ്പ് കിട്ടിയാൽ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും ഇവന് പദവി കിട്ടിക്കഴിഞ്ഞാൽ. ഇവൻ ഇപ്പോൾ തന്നെ കണ്ണുമൊന്നും കാണത്തില്ല. ഇവൻ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഈ നാണം കെട്ടവൻ. ഇവന്റെ ഒരു ദിവസത്തെ അല്ല, കഴിഞ്ഞ 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നോക്കുമ്പോൾ ഈ പാർട്ടിക്ക് ഇവൻ ഗുണമാണോ ദോഷമാണോ ചെയ്തത് നിങ്ങൾ ആലോചിക്കുക. 2016 ഉമ്മൻചാണ്ടിയുടെ തുടർഭരണമില്ലാതാക്കി, 2021 ഈ പണാപഹരണം നടത്തി ഈ നാണംകെട്ടവൻ ഈ പാർട്ടിയെ തോൽപ്പിച്ചു. ഈ 2026 ഇതിപ്പോൾ കണ്ടോ, ഈ പിണറായി സർക്കാരിന്റെ തോന്നിവാസങ്ങൾ തുറന്നു പറയേണ്ടുന്ന, ഇവരുടെ തട്ടിപ്പുകൾ പൊളിച്ചു കാണിക്കേണ്ടുന്ന ഈ സമയം ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ മിടുക്കനായ നേതാവിനെ ഇവൻ കുരുതി വെട്ടി നുറുക്കി ശത്രുക്കൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ നാണം കെട്ടവൻ നിൽക്കുകയാണ്. ഇവന്റെ ഏക നേട്ടം എന്ന് പറയുന്നത് വിതിൻ ഇൻവേർട്ടഡ് കോമാസ്, ഇവന്റെ ഏക പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഇവൻ ചെയ്ത ശോഭകേടെന്ന് പറയുന്നത് ഈ രാഹുലിനെ ഈ ക്രൂഷ്യൽ സമയത്ത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നാണം കെടുത്ത് ഇല്ലാതാക്കി കൊല്ലാനിട്ട് കൊടുത്തു എന്നതാണ്. എന്നിട്ടും 60 ദിവസമായിട്ടും ഈ നാണം കെട്ടവൻ അവന്റെ അമ്മയുടെ നിലപാട് എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഓർത്ത് നോക്കി, ഇവന് ഉളുപ്പുണ്ടോ? ഇവൻ എന്തെങ്കിലും നിലപാടുണ്ടോ ഈ നാണം കെട്ടവന്? ഇവന് യാതൊരു നിലപാടുമില്ല എന്നതിന്റെ മറ്റൊരു തൊട്ടടുത്ത് ദിവസം സംഭവിച്ച ഒരു കാര്യം നമുക്ക് കാണാം. കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമായി എന്ന വാർത്തകൾ വരുന്നു. പുനഃസംഘടന തെരഞ്ഞെടുപ്പുകൾ ഒന്നും നടത്തിയില്ലെങ്കിലും വലിയ ജംബോ പട്ടിക പുറത്തുവിട്ടു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് 4 പിറകെ ഇറക്കി. ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ നടത്തുന്നു. അങ്ങനെ ഇവന് ചെറുപ്പക്കാരെ പേടിയാണ്. പണ്ട് മുതലേ പലരും പുറകെ വരുമ്പോൾ എന്നെ ആക്രമിക്കാനാണോ എന്നൊരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു സെൽഫിഷ് ഈ ഏകാധിപതികളുടെ പേടിയാണ്. ആരെ കണ്ടാലും പേടി തോന്നും. അവനെന്നെ തീർക്കുവാനാണോ വരുന്നത് എന്ന സംശയം തോന്നും. അങ്ങനെ കെ സി വേണുഗോപാൽ കേരളത്തിൽ ആക്റ്റീവ് ആകുന്നത് തന്നെ നശിപ്പിക്കുവാനോ അല്ലെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചാണ് എന്ന തരത്തിൽ ഇവനൊരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി ഉണ്ടായി. അത് അയാളുടെ രൂപത്തിലും ഭാവത്തിലും സംഭാഷണത്തിലും ബോഡി ലാംഗ്വേജിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇയാൾക്ക് ഇതൊന്നും ഒളിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ആ ഒരു ലെവലേ ഉള്ളൂ. അങ്ങനെ മാധ്യമപ്രവർത്തകർ ഇന്നലെ കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ നിറയുകയാണല്ലോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഈ നിലപാടുകൾ ഉണ്ടെന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ താനൊരു പ്രതിപക്ഷ നേതാവാണ്, തൻ്റെ പാർട്ടിയിലെ മുതിർന്ന നേതാവിനെതിരെ ഇപ്രകാരം ഒരു ആരോപണം നടത്തിയാൽ അത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കും. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ വാക്കും പറയാൻ എന്ന് അറിവുണ്ടാകേണ്ടുന്ന ആ നാണം കെട്ടവൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതൊന്ന് കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. നല്ല റെഡ് അലർട്ട് കേട്ടല്ലോ. കേക്കച്ചന് കെ സി വേണുഗോപാൽ വരുന്നത് റെഡ് അലർട്ടാണ്. നമുക്കറിയാം കേരളത്തിൽ മഹാമാരിയും പേമാരിയും ഒക്കെ ഉണ്ടായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ കോൺഗ്രസിലും അതിലും വലിയ പേമാരിയും ഇടിനാശവും വെള്ളപ്പൊക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ വരവെന്ന് പറയുന്നത് ഒരു റെഡ് അലർട്ടായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. എന്നാൽ പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വരവാണ്, അതല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തന വരവാണ് എന്നുള്ള ഒന്നുമല്ല. അയാൾ പരസ്യമായി പറഞ്ഞു, എന്നെ സംബന്ധിച്ചോളം അതൊരു റെഡ് അലേർട്ടാണ് എന്ന്. ഇപ്രകാരം ഒരു പരാമർശം നടത്തി ഇയാൾ നടന്നു പോവുകയാണ് ചെയ്തത്. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ആ അടുത്ത് നിൽക്കുന്ന അടിമകൾ ഒരു ഊളച്ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം മുതിർന്ന മുൻ KPCC അധ്യക്ഷന്മാരെല്ലാം പറഞ്ഞു, കേക്കച്ചൻ പറഞ്ഞത് ശരിയായില്ല, ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും, ഇത് അൾട്ടിമേറ്റ്ലി പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന തരത്തിൽ അവർ പറഞ്ഞു. എങ്കിലും ഇയാൾ ചെവി കൊണ്ടില്ല. പക്ഷേ ഗത്യന്തരമില്ലാതെ
പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിനെതിരെ ഇപ്രകാരം ഒരു പരാമർശം നടത്തി മുന്നോട്ട് പോയാൽ പണി കിട്ടുമെന്നും മനസ്സിലാക്കി ഈ നാണം കെട്ടവൻ, ഈ പേടിത്തൂറി, യാതൊരു നിലപാടുമില്ലാത്ത ഈ കേക്കച്ചൻ, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ, ഈ നട്ടലില്ലാത്തവൻ ഇന്ന് രാവിലെ വന്ന് ഈ മറ്റേ എടുക്കാൻ വയ്യാത്ത നിലപാടുമായി പോകുന്ന ഈ നാണം കെട്ടവൻ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് മെഴുകുന്നത് കാണുക, സമ്മർസാൾട്ട് അടിച്ച് മെഴുകുന്നത് കാണുക. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും എല്ലാവരും അല്ല, വീണ്ടും 5 പ്രാവശ്യം ചോദിച്ചു. എന്നെപ്പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ നിൽക്കുകയല്ലേ, അപ്പം ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ 5 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി. ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ്, ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, റോട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും. അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ.സി. വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി. ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പോകുന്ന കാര്യമല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ബീറ്റ് നോക്കണ കുറച്ച് ആളുകളെ, എല്ലാവരെയും അല്ല കേട്ടോ, കുറച്ച് ആളുകളെ CPM കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിനി അടുത്ത പ്രാവശ്യം അവരുടെ പേര് കൂടി പറയും, ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ. ഇനി എല്ലാം ചിരിച്ചുകൊണ്ട് പറയില്ല, ദേഷ്യപ്പെടില്ല. കോൺഗ്രസിൻ്റെ ബീറ്റ് നോക്കണ എല്ലാവരും കൈകാര്യം ഞാൻ നോക്കി, എല്ലാവരും വീണില്ല. പക്ഷെ ചിലർ വീണിട്ടുണ്ട്. ചിലർ കോൺഗ്രസിൻ്റെ ബീറ്റ് നോക്കുന്ന ആളുകളെ CPMൻ്റെ ചില പിടിയിൽ വീണിട്ടുണ്ട്. എനിക്കതിന് വിരോധമൊന്നുമില്ല, എനിക്കത് കേൾക്കുമ്പോൾ അറിയാം അതിൽ വീണിട്ടാണ് ആ ചോദിക്കുന്നതെന്ന്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് സീരിയസ് ആവുമല്ലോ. അപ്പോൾ ഞാൻ അവരുടെ പേരുകൂടി ഇങ്ങനെ തമാശയായിട്ട് പറയും, ആ വീണിരിക്കുന്ന ആളുകളുടെ പേരുകൂടി ഞാൻ പറയും. എല്ലാ മാധ്യമങ്ങളെയും അല്ല ഞാൻ പറയുന്നത്, എല്ലാ ബീറ്റ് നോക്കുന്ന ആളുകളെയല്ല ഞാൻ പറയുന്നത്. അതൊന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അനങ്ങാതെ നിൽക്കുന്ന നല്ല മാധ്യമപ്രവർത്തകരാണ് ഭൂരിപക്ഷം, നല്ല മാധ്യമങ്ങളാണ് ഭൂരിപക്ഷം. അവരെല്ലാവരും കൂടി മാധ്യമങ്ങൾ മുഴുവൻ കുഴപ്പമാണെന്നല്ല, പക്ഷെ കുറച്ച് പേര് ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഞങ്ങളിതൊക്കെ അറിയുന്നുണ്ട്. CPMൽ ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ തരാൻ പറ്റി ഇഷ്ടംപോലെ ആളുണ്ട്. ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്കുള്ള പാർട്ടിയാണ് ഞങ്ങൾ. ഈ വിവരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെയാണ് സ്വാധീനിച്ചതെന്ന് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് റിപ്പോർട്ട് കിട്ടും. അല്ല, ഞാൻ ആ പരിപാടിയിലില്ലല്ലോ. അല്ല, പ്രോഗ്രാമിൽ നമ്മളില്ലല്ലോ. അതുണ്ടാവും, അതിപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആ പ്രോഗ്രാമിൽ ഞാനില്ല, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ 7 പഞ്ചായത്തുകളുടെ പരിപാടികളിൽ നേരത്തെ സമയം നിശ്ചയിച്ചു കൊടുത്താണ്. ഞാൻ ഇന്നലെ അവിടെ ചെന്നില്ലെങ്കിൽ ആ 7 പഞ്ചായത്തിൻ്റെയും പരിപാടി ക്യാൻസലായി പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിനാണ് ഇവിടെ തിരിച്ചെത്തിയത്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ വിരോധം. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ വിരുന്നിൽ ഞാൻ പങ്കെടുത്തേനെ. കോൺഗ്രസ് MPമാർ പങ്കെടുത്തല്ലോ. ഞങ്ങളങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമൊന്നുമില്ല, പങ്കെടുക്കരുത്. ഇന്ത്യൻ പ്രസിഡന്റ് വന്നതല്ലേ, അവരുടെ ഡിന്നറിൽ പങ്കെടുക്കരുത്. നമ്മൾ ഈ അവസാന സമയമാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 7 പരിപാടിയും ക്യാൻസൽ ചെയ്യണം. ശശി തരൂരും അദ്ദേഹവും അടൂർ പ്രകാശും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ തീരുമാനമൊന്നും, പ്രസിഡന്റിനെ ബഹിഷ്കരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമൊന്നും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഇപ്രകാരം ഒരു തെണ്ടിത്തരം വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്ന് രാവിലെ വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മെഴുകുന്നത് കണ്ടോ? മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചതെന്ന്. എടാ കേക്കച്ച, നെട്ടൂർ സതീശ, ഈ കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്നത് അരിയാഹാരമാണ്. നിന്നെ സൃഷ്ടിച്ചത് എപ്രകാരമാണോ അപ്രകാരമാണ് ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചത്. ഞങ്ങളുടെ എല്ലാം സിരകളിൽ ഒഴുകുന്നത് രക്തമാണ്, അല്ലാതെ മറ്റേ സാധനമല്ല എന്ന് നീ ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് കൂടുതൽ ഇന്റർപ്രിട്ടേഷനോ ന്യായീകരണമോ ഫ്രിൽസോ ഒന്നും ദയവായി കൊടുത്ത് മിടുക്കനാകാൻ ശ്രമിക്കരുത്. കാരണം നിന്നേക്കാൾ മിടുക്കനും നിന്നേക്കാൾ നല്ല അപ്പന്മാർ ഉണ്ടാക്കിയ ജനങ്ങളുമാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് നീ തിരിച്ചറിയുക. കെ.സി. വേണുഗോപാലിനെതിരെ നടത്തിയ പരാമർശം കൊണ്ട് മുട്ടം പണി വരുമെന്ന് മനസ്സിലാക്കിയാണ് ഈ നാണം കെട്ടവൻ മാധ്യമങ്ങളുടെ മുന്നിൽ അത് പഴിചാരുവാൻ ശ്രമിച്ചത്. എന്നിട്ട് നിന്ന് മെഴുകി ചില മാധ്യമങ്ങൾ CPMന്റെ കയ്യിൽ നിന്നും പണം മേടിച്ച് എന്നെ പണിയാൻ നോക്കിയതാണ്, കോൺഗ്രസിനെ ആക്രമിക്കാൻ നോക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നാണം കെട്ടവനെ, ഇന്ന് ഈ മാധ്യമ വ്യഭിചാരം നടത്തുന്ന, മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് കാശ് കൊടുത്ത് ക്ലോസും കാശ് കൊടുത്ത് തൻ്റെ ബൈറ്റും കൊടുപ്പിക്കുന്ന ഒരേ ഒരു സംവിധാനമുള്ള ഇന്ന് കേരളത്തിൽ ഈ 3 പാർട്ടികളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവൻ ഈ VD സതീശനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവനാണ് ഈ മാധ്യമലോകത്തെ ചില പ്രധാനികളെ,
ചില പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന ചില മാമമാരെ വിലക്കെടുത്ത് ഇവൻ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. CG കടക്കൽ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ മുൻ ലേഖകൻ, റിപ്പോർട്ടർ, ആ CG കടക്കലാണ് ഇവന്റെ പ്രസ് സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ CG കടക്കലിനെ കൊണ്ടാണ് ഇവൻ സകല മാനിപ്പുലേഷൻ നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ CG കടക്കൽ എന്ന് പറയുന്നവനെ കൊണ്ടാണ് ഇയാൾ സകല മാധ്യമങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതും മാധ്യമങ്ങളിൽ ഇയാളുടെ ബൈറ്റുകൾ വരുത്തുന്നതും ഇയാളുടെ വേർഷനുകൾ വരുത്തുന്നതും. നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരിയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കുമ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അത് കൂടുതൽ കാണിക്കുന്നത് VD സതീശനെ ആയിരിക്കും, ബൈറ്റ് കൊടുക്കുന്നത് VD സതീശന്റെ ആയിരിക്കും. അന്നേരം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ പറയുന്നത് കേട്ടോ, കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന, ആ ടേം തന്നെ യൂസ് ചെയ്യുക, കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവരെ സ്വാധീനിച്ചാണ് ഇത് ചെയ്യുന്നത്, അവരുടെ പേര് ഞാൻ പറയുമെന്ന് പറഞ്ഞത് ഈ CG കടക്കൽ എന്ന് പറയുന്ന ഇവന്റെ കൂടെ നിൽക്കുന്ന, ഇവന്റെ മാമാപ്പണി ചെയ്യുന്ന അവനാണ് ഇവന് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവൻ ഇവരെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. CG കടക്കൽ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ CG കടക്കൽ ഈ കേക്കച്ചന് വിവരം കൊടുക്കും, ഇവന്മാരാണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാത്തത്, അതുകൊണ്ട് കേക്കച്ചൻ ആ പേര് വിളിച്ചു പറയുമെന്നാണ് പറയുന്നത്. എന്നാ കേക്കച്ച, നീ മാമാപ്പണി ചെയ്യിക്കുന്നത് CG കടക്കലിനെ കൊണ്ടാണ്. മാതൃഭൂമി ശ്രദ്ധിക്കുക, ഈ മാമയെ കൊണ്ടാണ് ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ നാടൻ കെട്ടവൻ ചെയ്യുന്നത്. അടുത്ത ഇവൻ മുഖ്യമന്ത്രിയായാൽ പ്രസ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ പലവർക്കും ഇവൻ പല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഒരു പരുത്തിമോള് അടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് ഇവന് വേണ്ടി ഇരുന്ന് വൈറ്റ് വാഷിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ ഓരോ മാധ്യമങ്ങളിലും ഇവൻ ഓരോരുത്തർക്കും പല ഓഫറുകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി ടച്ചിന് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പോകുന്ന തീവട്ടികളുണ്ട്. അങ്ങനെ ഈ പറയുന്ന എല്ലും കഷ്ണം ഇട്ടുകൊടുത്തും മീഡിയ മാനിപ്പുലേഷൻ നടത്തുന്ന ഈ നാണം കെട്ടവൻ കഴിഞ്ഞ ദിവസം മുതൽ ഈ പണി KC വേണുഗോപാൽ ചെയ്യുവാൻ ആരംഭിച്ചു. ഇവന്റെ മേടിച്ച് തിന്നവന്മാർ തന്നെ KCക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് ഇവൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ ചിലരുടെ പേര് വിളിച്ചു പറയുമെന്ന്. പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങളെ, നിങ്ങൾ ട്രാപ്പിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഇനി VD സതീശന്റെ ക്ലോസ് ഷോട്ടും ഇവന്റെ ബൈറ്റും കൊടുത്തില്ലെങ്കിൽ ഈ നാണം കെട്ടവൻ നാളെ നിങ്ങളുടെ പേര് വിളിച്ചു പറയും. നാണം കെട്ടവന്മാരെ, CG കടക്കലിനെ കൊണ്ട് ഞാൻ ഓപ്പറേറ്റ് ചെയ്യിച്ചവന്മാരല്ലടാ നീയൊക്കെ, എൻ്റെ മേടിച്ച് തിന്നതല്ലടാ നീയൊക്കെ എന്ന് പറഞ്ഞ് കൊടുത്ത പൈസയുടെ കണക്ക് വരെ ഇവൻ നാളെ വിളിച്ചു പറയും. ജാഗ്രത. ഇതാണ് നെട്ടൂർ സതീശൻ. എന്ത് തൊട്ടിത്തരവും കാണിക്കാൻ മടിയില്ലാത്ത പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ. ഇവൻ ബേസിക്കലി ആ മണി ചെയിൻ തട്ടിപ്പുകാരനാണ്. ഇവന് യാതൊരു ക്വാളിറ്റിയും ഇല്ല. അവൻ്റെ ആ സംസാരവും ശൈലിയും ഇവൻ്റെ രീതിയൊക്കെ നോക്കി, ഇവനാണോ നമ്മുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്? ഈ നാണം കെട്ടവൻ. അടുത്ത തവണ ഈ നാണം കെട്ടവനെ പറവൂരിൽ നിന്നും കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ ഇവനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മിഷൻ 250 മാറിയത്. മിഷൻ 60 ഇന്നുകൊണ്ട് അവസാനിക്കുന്നു. ഈ 60 ദിവസം നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കുക, ഈ കേക്കച്ചൻ ഒരു 60 ദിവസം മുമ്പ് അവന്റെ പഴയ വിഷ്വൽ എടുത്ത് നോക്കുക. പുട്ടിയിട്ട് ഫേഷ്യൽ ചെയ്ത് ഉടയാത്ത കതറും ഇട്ട് പടവളാന്ന് വന്ന് നിന്ന് വൺമൻ ഷോ നടത്തുന്നു പോകുന്ന ഇവനെ കീറി പറഞ്ഞു പോയി. ഇന്ന് ഇവനെ കണ്ടോ, ഇവനെ ചെകുത്താൻ ചപ്പി പോലായിപ്പോയി കഴിഞ്ഞ 60 ദിവസം കൊണ്ട്. ഇവന് കിടന്നാൽ രാത്രി ഉറക്കമില്ല, ഇവന് വെപ്രാളവും വേവലാതിയും. ഈ നാണം കെട്ടവൻ, ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ പ്രതികരണത്തിന് അതീതനല്ല, ആർക്കും എന്നെ വിമർശിക്കാം, ഞാനതൊക്കെ ചുമ്മാ നിസാരവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി നടന്നവൻ ഇപ്പോൾ ഇതാ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് എന്ന് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അവിടെ കിടന്ന് കരഞ്ഞു മെഴുകി എന്നെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. എടാ, നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ലോ കോളേജിന്റെ പടിവാതിക്കലൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇമാതിരി പണി താൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നെ മൂക്കിക്കയറ്റിയോ? എടാ കേക്കച്ച, നീ എത്ര വലിയവനാണേലും, നീ എത്ര വലിയ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ്. i2 ന്യൂസിലൂടെ മിഷൻ 60 ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇവൻ എന്നിട്ട് പറഞ്ഞു ഇവനെ മൊട്ടയെറിയണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തതുകൊണ്ട് കലാപാഹ്വാനത്തിന് എനിക്കെതിരെ എനിക്ക് കേസെടുപ്പിച്ചു. ഇവിടുത്തെ ജനങ്ങളാണ് പറയുന്നത് നിന്നെ മൊട്ടയെറിയണമെന്ന്. നിന്നെ വെച്ചേക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങളാണ് പറയുന്നത്. അത് ജനങ്ങളുടെ അവകാശമാണ്, അത് ജനങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. ഒരുത്തനും ഇവിടെ ഏത് പദവിയിലിരിക്കുന്നതിനും വിമർശനത്തിന് അതീതനല്ല. എല്ലാവരെയും ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാർക്ക് വിമർശിക്കുവാനുള്ള അധികാരമുണ്ട്. നിനക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫിറ്റിങ്ങോ സവിശേഷതയോ ഒന്നുമില്ല എന്ന് കേക്കച്ച നീ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, എത്രയോ ഷാലോ, ഒരു ഡെപ്തുമില്ലാത്ത എത്രയോ സ്വാർത്ഥനാണ് ഇയാളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ നോക്കുക. ഈ ജംബോ ലിസ്റ്റ് ഉണ്ടാക്കി, എന്തോ ആയിക്കോട്ടെ, ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി
ആ പുതിയ ഭാരവാഹികളുടെ ഇന്ന് അവരെ ചുമതലയേൽപ്പിക്കേണ്ടുന്ന സുപ്രധാനമായ KPCCയുടെ മീറ്റിംഗ് കൂടേണ്ടിയിരുന്ന ദിവസമായിരുന്നു ഇന്ന്. ഈ കുഴിപ്പുളവൻ ഇടംപരിവെടുത്ത് ഇവൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഇയാൾ കടന്നു കളഞ്ഞു. അങ്ങനെ ഈ പാർട്ടിയിലെ പുതിയ പദവികൾ കൊടുത്ത പുതിയ നേതാക്കന്മാരെ വിളിച്ച് അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പദവികൾ കൊടുക്കുക, ചുമതലകൾ കൊടുക്കുക, അങ്ങനെ ഒരു പ്ലാനിംഗ് മീറ്റിംഗ് KPCC വെച്ചപ്പോൾ ഇവന്റെ ഒറ്റ ഇടംപിരിവ് കൊണ്ട് ഇന്ന് അത് നടന്നില്ല, മാറ്റിവെച്ചു. എന്ന് നടക്കുമെന്ന് ആർക്കും അറിയില്ല. കാരണം ഇവൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പുറത്തു പറയാൻ അവർക്ക് പറ്റത്തില്ല. കേക്കച്ചൻ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് KPCC മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല എന്ന് ഇവന്മാർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. KPCCയിലെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ 60 ദിവസവും കൊണ്ട് ഞങ്ങളൊരു മാർക്കറ്റ് സർവേ ആണ് നടത്തിയത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ്, അവരുടെ മനസാക്ഷിയാണ് ഞങ്ങൾ ഈ കേരള രാഷ്ട്രത്തിന്റെ മുന്നിൽ, ഈ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തുറന്നു വെക്കുന്നത്. അവിടെ ആ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഈ കേക്കച്ചൻ എന്ന് പറയുന്നവനെ കേരളത്തിലെ സകല ജനങ്ങളും വെറുക്കുന്നു. ഇവനെ ഇഷ്ടപ്പെടുന്നത് ഇവന്റെ കുടുംബം പോലും ഇവനോട് കൂടെയില്ല, ഇവനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏകാധിപതിയെ പോലെ കന്റോൺമെന്റ് ഹൗസിൽ ഒറ്റയ്ക്ക് വാഴുന്ന ഇവനെ ഒരു മനുഷ്യൻ പോലും വെറുക്കുന്നു. ഇവനെ കൂടെ നിൽക്കുന്ന എറണാകുളത്തെ ആ ഇവന്റെ ഒരു സിൽബന്തി DCC പ്രസിഡന്റ്, അവിടുത്തെ സാമ്പത്തിക തട്ടിപ്പിന് പിടിക്കപ്പെട്ട 4-5 പേരുടെ ജീവിതം കളഞ്ഞ ഒരു തീവെട്ടി ഒരുത്തിയുണ്ട്. ആ ഒരു സ്ത്രീയും ഇവന്റെ കൂടെ അവിശുദ്ധ കൂട്ടുകെട്ടിന് ഇവനുമായിട്ട് ചില ബന്ധമുള്ള ചില സ്ത്രീകളും, അങ്ങനെ വിരലിൽ എണ്ണാവുന്ന കുറെ ആളുകൾ മാത്രമാണ് ഇവന്റെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പലരും മിണ്ടാതിരിക്കുന്നത് ഇവനെ പിണക്കിയാൽ പദവി കിട്ടില്ല, ഇവനെ പിണക്കിയാൽ ഇവൻ പണി കൊടുക്കും എന്ന് മനസ്സിലാക്കി, ഇവന്റെ സ്വഭാവം മനസ്സിലാക്കിയാണ് പലരും മിണ്ടാകാതിരിക്കുന്നത്. എന്നാൽ ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒന്നും സംഭവിക്കത്തില്ല. ഈ കേക്കച്ചൻ എന്ന് പറയുന്നവനെ ആ പദവിയിൽ നിന്നും, പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും, പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നും, ഇവന് കൊടുത്തേക്കുന്ന മറ്റ് പദവികളിൽ നിന്നും മാറ്റി നിർത്തിയാൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ കാണുന്നതിന്റെ 10 ഇരട്ടി മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. പലരും മാറി മാറി നിൽക്കുകയാണ്. എന്നാൽ ഇവനൊന്നും ഉണ്ടാക്കുന്നത് കാണട്ടെ എന്നോർത്ത് ഈ കേക്കച്ചൻ കിടന്ന് കാള ചവിട്ടുന്ന പോലെ, ചാടുന്നത് പോലെ ചാടി ചാടി ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എന്നാൽ ഇവനങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് കരുതി കഴിവുള്ള യുവനേതാക്കന്മാരും പ്രധാനപ്പെട്ട ആളുകളും എല്ലാം മാറി നിൽക്കുകയാണ്. ഈ വൃത്തികെട്ട എലമെന്റിനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവരെല്ലാം സജീവമാവും, അവരെല്ലാം ഒരുമിച്ച് വരും, ഈ പാർട്ടിയെല്ലാം ഒരു കൊടിക്കീഴിലാകും, അവർ ഒരുമിച്ച് മുന്നേറും. എന്നാൽ ഈ ഡിസന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇതിവന് രോഗമാണെന്ന് മനസ്സിലാക്കുക. ഈ നെട്ടൂർ സതീശൻ ഇതുപോലെ ഒരു വലിയ രോഗമുള്ളവനാണ്. അവൻ ഉമ്മൻചാണ്ടിക്കിട്ട് പണിതു, ഉമ്മൻചാണ്ടിയുടെ തുടർഭരണമില്ലാതാക്കി. 2021 ആ സാധ്യത അട്ടിമറിച്ചു. ഈ 2026 പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ ഇയാൾക്ക് കസേര കിട്ടത്തില്ല എന്ന, മുഖ്യമന്ത്രി കസേര ഇയാൾക്ക് ലഭിക്കത്തില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ പിണറായിയുമായിട്ട് ഡീലുണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ നിൽക്കുന്ന ഒരു നാണം കെട്ടവനാണ്. ഇവന്റെ ട്രാക്ക് റെക്കോർഡ് നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 15 വർഷം, ഇവന്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ ഇവന്റെ രാഷ്ട്രീയ ജീവിതം നോക്കി നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇവൻ ചതിയനും വഞ്ചകനും ഒറ്റുകാരനും കൂടെ നിൽക്കുന്നവനും ഇരിക്കുന്ന കുമ്പം മുറിക്കുന്നവനുമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ എലമെന്റിനെ കൊണ്ട്, ഈ ഡിസന്റഗ്രേറ്റിംഗ് ഫാക്ടറെ കൊണ്ട്, കൂടെ നിൽക്കുന്നവന്റെ കുതികാൽ വെട്ടുന്ന ഇവനെ കൊണ്ട്, കൂടെ നിൽക്കുന്ന നേതാവിന്റെ കുതികാലിന് വെട്ടി വീഴിക്കുന്ന ഇവനെ കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരടി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുക. ഇന്ന് തന്നെ നോക്കുക നിങ്ങളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കി എന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാണം കെട്ടവനെ നിങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ നിന്നും ഇവനെ നീക്കം ചെയ്ത് വേറെ കൊള്ളാവുന്ന മുരളീധരനെയോ മാത്യു കുളനാടനെയോ പോലെയുള്ളവരെ അവിടേക്ക് വെച്ചു ഇവനെ തൽക്കാലികം വേറെ എന്തെങ്കിലും ഒരു ചുമതല കൊടുത്ത് നിങ്ങൾ ഈ ഒതുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മേഘാലയയിലേക്ക് മറ്റേ നോഡൽ ഓഫീസറായിട്ടും മറ്റേ കമാൻഡറും കൊണാണ്ടറും ഒക്കെ ആക്കി വിടുന്നു എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ നാട്ടിലേക്ക് ഇവനെ പായ്ക്ക് ചെയ്യുക, ഒരു ഗ്ലോറിഫൈഡ് പോസ്റ്റ് കൊടുത്ത് ഇവനെ ഈ സംസ്ഥാനത്ത് നിന്ന് കടത്തിവിടുക. ഇവനെ വിട്ടിട്ട് ഇവിടെയുള്ള മിടുക്കന്മാരായ ആളുകളെ ചേർത്ത് നിർത്തി ഇപ്രകാരം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള സകല ജനങ്ങളും, സകല കോൺഗ്രസ് പ്രവർത്തകരും ആഹ്ലാദിക്കും. ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാ, കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളും സന്തോഷിക്കും. ഇവിടെയുള്ളൊരു വളരെ പോസിറ്റിവിറ്റി വരും. ഇതിനകത്തുള്ള ഒരു ഡിസന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഈ കുഴിത്തുരുമ്പിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം, ഇവന് വേണ്ടി ശബ്ദിക്കുവാൻ, കരയുവാൻ ഓരൊറ്റ നേതാക്കന്മാർ ITV ന്യൂസിൽ നിന്ന് നടത്തുന്ന ഒരു വെല്ലുവിളിയാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ കേക്കച്ചനെ, ഈ VD സതീശനെ ആ പദവിയിൽ നിന്നും എടുത്ത് പുറത്തു കളഞ്ഞാൽ
ഇവനെ മാറ്റി നിർത്തിയാൽ ഒരൊറ്റ നേതാക്കന്മാർ പോലും അത് ശരിയായില്ല എന്ന് ഉറക്കെ പറയില്ല. അതുപോലെ ഏതെങ്കിലും ഒരു നേതാവ് വന്ന് ഈ വി ഡി സതീശന് അനുകൂലമായി ഒന്ന് സംസാരിച്ചാൽ അന്ന് ഞങ്ങൾ ഈ ചാനൽ പൂട്ടിക്കെട്ടാം, ഈ പരിപാടി അവസാനിപ്പിക്കാം. അതാണ് ഞങ്ങളുടെ വെല്ലുവിളി, അതാണ് ജനങ്ങളുടെ പൾസ്. ആ പൾസ് മനസ്സിലാക്കി i2 ന്യൂസ് നൽകുന്ന ആ ഒരു സത്യം ഇതാണ്. നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവനെ മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നല്ലേ രണ്ടാമത്തെ ദിവസം ഇവന്റെ കൂടെ ഒട്ടു നിന്നവന്മാരെല്ലാം നിങ്ങളുടെ കൂടെ മറിയും. കാരണം ഇവൻ സ്വാർത്ഥനാണ്. ഇവൻ കൂടെ നിന്ന് നാളെ അവന്മാരുടെ കഴുത്തറക്കുമെന്ന് അറിയാവുന്നവർ തന്നെയാണ് ഇവന്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആശ്വസിക്കും, ആശ്വാസപ്പെടും. ടോട്ടൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു പായസം ഉണ്ടാക്കി, ഒരു 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 പെരവാസ്തോലി, ഒരു ഹൗസ് വാമിങ്ങിന് നമ്മൾ പോവുക. നല്ല മനോഹരമായി ചെയ്ത ഒരു വീട്, അതിൻ്റെ പൂമുഖത്ത് എല്ലാം നല്ല ഫർണിഷിങ്ങും ചെയ്ത് അത് നല്ല വൃത്തിയായി അതിൻ്റെ ഹൗസ് വാമിംഗ് നടത്തുന്ന ആ ദിവസം തന്നെ അതിൻ്റെ സിറ്റ് ഔട്ടിൽ കുറച്ച് ഷിറ്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? ആ സിറ്റ് ഔട്ടിലെ ഷിറ്റാണ് ഈ കേക്കച്ചൻ എന്ന് പറയുന്നത്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നാറുന്ന അമേദ്യമാണ് ഈ മനുഷ്യനെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അമേദ്യം അവിടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ എത്ര വലിയ കൊട്ടാരം പണിതാലും, എന്തൊക്കെ ഇന്റീരിയർ നടത്തിയാലും, എന്തൊക്കെ ഇലുമിനേഷൻ നടത്തിയാലും, എന്തൊക്കെ ഡെക്കറേഷൻ നടത്തിയാലും അമേദ്യം കിടക്കുന്നിടം നാറുക തന്നെ ചെയ്യുമെന്നുള്ള ആ സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണം. അതിനെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കിക്ക് ഹിം ഔട്ട്. ഈ അമേദ്യത്തെ, ഈ മാലിന്യത്തെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്തു കളയുക, ശുദ്ധികലശം നടത്തുക. അവിടെ ഐശ്വര്യമുണ്ടാവും, അവിടെ സമൃദ്ധി ഉണ്ടാവും, അവിടെ സന്തോഷമുണ്ടാവും. അല്ലാത്തടത്തോളം കാലം ഈ അമേദ്യത്തെ ഇട്ടുകൊണ്ട് അവിടെ ആ ഹൗസ് വാമിംഗ് നടത്തി അവിടെ കയറി താമസം ആരംഭിക്കുന്നത് പോലെ ഇരിക്കും ഈ എലമെന്റിനുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കുക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ എലമെന്റിനെ, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വി ഡി ഫാക്ടറിനെ, ഈ കേക്കച്ചൻ എന്ന ഫാക്ടറിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഈ മാലിന്യത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഫ്യൂച്ചർ തന്നെ. ഇയാൾ നിങ്ങളുടെ കൂടത്ത് നിന്ന് ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇവൻ ഇടം പിരിവിട്ട് നിങ്ങളുടെ ഓരോ പരിപാടികളെയും ഇവൻ തകർക്കുന്നുണ്ടെങ്കിൽ ഇവൻ കൃത്യമായിട്ടുള്ള ആ സമയത്ത് ഏറ്റവും ക്രൂഷ്യൽ ഇവനെ ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിലും അത് പാച്ചു തുറക്കാനുള്ള ഇനഫ് ടൈം നിങ്ങളുടെ കയ്യിലുണ്ട്, മാസങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ എലമെന്റിനെ എടുത്ത് ദൂരെ കളഞ്ഞാൽ ഒരു സ്ക്രാച്ച് പോലും വീഴില്ല. അത്രത്തോളം മെറ്റിക്കുലസ്ലി ഇവനെ എടുത്ത് ഇങ്ങനെ മൂക്കിലെ രോമം പിഴുത് കളയുന്ന പോലെ കളയാനുള്ള എലമെന്റേ ഉള്ളൂ ഇവൻ. കാരണം ഇവന് ഡെപ്ത് ഇല്ല, ഇവന് ഇന്റഗ്രിറ്റി ഇല്ല, ഇവന്റെ കൂടെ അണികളില്ല, ഇവന്റെ കൂടെ ജനങ്ങളില്ല എന്ന് മനസ്സിലാക്കുക. ജനങ്ങളുള്ളവൻ, അണികളുള്ളവൻ, ഓരോ മലയാളികളുടെയും മനസ്സിൽ കുടിയേറിയ ഒരുത്തൻ ഇതാ വെളിയിൽ നിൽപ്പുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ ഞാൻ ഇതുവരെ എൻ്റെ ഈ പ്രൊഫഷൻ, എൻ്റെ ഈ ഇടിക്കുന്ന ഈ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, ഇതുവരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നു, ഇതുവരെ ഫോണിൽ കൂടി പോലും സംസാരിച്ചിട്ടില്ല. പലരും പറയും, കഴിഞ്ഞ ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നോട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ഇവന് കിട്ടിയിട്ടുണ്ട്, ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടുള്ള PR ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടി ഇതുപോലെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ കോടികൾ കിട്ടിയിട്ടുണ്ടാവണം, ഇത് PR വർക്കാന്ന് പറയുന്നു. എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ഈ ഇടിക്കുന്ന നെഞ്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹവുമായിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളോട് പോലും ഞാൻ നടത്തിയിട്ടില്ല. അപ്രകാരം ആർക്കെങ്കിലും തെളിയിക്കാനോ പ്രൂവ് ചെയ്യാനോ സാധിച്ചാൽ അന്ന് ഞാൻ ഈ പണി ഇവിടെ നിർത്തും. ഇത് ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇയാൾ എൻ്റെ ആരുമല്ല. ഞാൻ പറഞ്ഞു, രാഹുലിനെ വെള്ളപൂശാനോ ഇദ്ദേഹത്തെ സത്യസന്ധനാക്കാനോ ഇദ്ദേഹത്തെ ന്യായീകരിക്കാനോ ഉള്ള ഒരു പണിയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഫണ്ടമെന്റലി ഈ സതീശൻ എന്ന് പറയുന്ന ഈ നീചൻ ആരാണെന്ന് വെളിവാകണമെങ്കിൽ അതിനൊരു ഇൻസ്ട്രുമെൻ്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിനൊരു വ്യക്തിയുമായി മാറി. പക്ഷെ ഇതുപോലൊരു വ്യക്തി ഉണ്ടാവരുത്. ഇതുപോലൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഇതുപോലൊരു നീതിമാൻ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ, ഒരു നാടിനു വേണ്ടി 24 മണിക്കൂർ ഉറങ്ങിയ, ഈ നാടിനു വേണ്ടി 24 മണിക്കൂർ മഹോരാത്രം പാടുപെട്ട, പലതവണ മുഖ്യമന്ത്രിയായിരുന്നിട്ടും ഒരു സ്വന്തമായ ഒരു കിടപ്പാടം പോലും ഉണ്ടാക്കാത്ത, തൻ്റെ മക്കളെ രാഷ്ട്രത്തിൽ തിരികെ കയറ്റാത്ത, എന്ത് കള്ളക്കമ്പട്ടകളും തീവട്ടിക്കൊള്ളയും നടത്താമായിരുന്ന,
എവിടെയും കയറി ചെല്ലാമായിരുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ തുടർഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളം സ്വർഗമായേനെ. അദ്ദേഹത്തെ അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ കുടുക്കി, ഇന്ന് രാഹുലിനെ കുടുക്കിയ പോലെ തന്നെ സരിതയെ ഇറക്കി ആ മനുഷ്യനെ നശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്ത്, അദ്ദേഹത്തിൻ്റെ മാനസിക നില തകർത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തകർത്ത്, അദ്ദേഹത്തെ അകാല മരണത്തിലേക്ക് തള്ളിവിട്ട ആ നാണം കെട്ടവനാണ് ഇവനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ഇപ്പോഴും ജീവനോടെ ഇരുന്ന് ഈ 2026 ഒരു തിരിച്ചുവരവിന് എല്ലാ സാധ്യതയും ഉള്ളത് അടച്ചു കളയാൻ നിൽക്കുന്ന കാബാലികനാണ് ഇവനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ചിലപ്പോൾ വളരെ ചുരുക്കം ആളുകളായിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന സത്യം, എനിക്കിതിനകത്തൊരു കള്ളമില്ല, ലക്ഷ്യമില്ല, കപടതയില്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇവൻ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ദയവായി എൻ്റെ ഈ സംഭാഷണം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. YTV ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മാധ്യമ ലോകത്തെ ഡിജിറ്റൽ മാധ്യമത്തിലെ ഒരു വളരെ ചെറിയൊരു പോർഷൻ ഓഫ് ഒരു പീസ് ഓഫ് കേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു വളരെ നാരോ പോർഷൻ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ സത്യം പറയുന്നത് കൊണ്ട്, ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായ വാർത്തകളാണ് എന്നതുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കുന്ന പ്രതിദിനം ഏതാണ്ട് 20-25 ലക്ഷം പേർ ഈ ചെറിയ ഒരു ചാനൽ കാണുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. 25 ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു നമ്പർ അല്ല. 6 ലക്ഷത്തി കഴിഞ്ഞ ദിവസം 6 ലക്ഷമായി നമ്മുടെ സബ്സ്ക്രൈബർ ബേസ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 6,07,000 നമ്മൾ ഇന്ന് ക്രോസ് ചെയ്തു. ഓരോ ദിവസവും ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിന്റെ ബേസ് നമ്മൾ കൂടിപ്പോകുന്നതെന്ന് പറയുന്നത്, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ആണിക്കല്ലെന്ന് പറയുന്നത് സത്യമാണ്. സത്യസന്ധമായ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന സത്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അന്നേരം അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു ഉമ്മൻചാണ്ടി ഇനി ഇവിടെ ഉണ്ടാവരുത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയെ പോലൊരു മഹാനായ ഒരു മനുഷ്യനെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കുവാനുള്ള ഒരു ഭാഗ്യമേ എനിക്ക് ലഭിച്ചുള്ളൂ. പക്ഷേ ആ ക്രൂഷ്യൽ സമയത്തൊന്നും എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്നുള്ള വിവാദം വന്നപ്പോൾ ശക്തമായി അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം നിൽക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതും ഈ പറയുന്ന പോലെ രാഹുൽ സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, വ്യക്തിപരമായ ഒരു നേട്ടവും ആഗ്രഹിച്ചല്ല അത് ചെയ്തത്. പക്ഷേ ആ സമയം അത് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എന്നാൽ കഴിയുന്ന ഒരു സഹായം എന്ന രീതിയിൽ നമ്മളത് കൊടുത്തു. പക്ഷേ വീണ്ടും ഉമ്മൻചാണ്ടിക്കുണ്ടായ ആ ദുരവസ്ഥ ഇനിയും ഒരാൾക്കുണ്ടാവരുത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പദവികളിലെത്തി അദ്ദേഹത്തിൻ്റെ ജീവിത ഏതാണ്ട് ഒരു സായാഹ്നത്തിലാണ് അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു ദുരവസ്ഥ ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. എന്നാൽ രാഹുലോ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഈ നാണം കെട്ടവൻ വെച്ച് ഇല്ലാതാക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, എത്ര നീചമായ പ്രവൃത്തിയാണ് ഇവന്മാർ ചെയ്യുന്നത്. ആ രാഹുലിനോട് നീതി കാട്ടാതെ ആ രാഹുലിനെ നിഷ്ഠൂരം ആട്ടി പുറത്താക്കി അവനെ പട്ടിയെപ്പോലെ നിർത്തിയിട്ടാണ് ഇവന്മാർ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നത്. ഈ നാണം കെട്ടവന്മാർ കൂടെയുള്ള അണിയെ, കൂടെയുള്ള നേതാവിനെ, ഈ പ്രസ്ഥാനത്തിനൊരു പുനർജീവനം നൽകിയ, ഇതിനൊരു ജീവൻ നൽകിയ, ചത്തുകിടന്ന ഈ പ്രസ്ഥാനത്തിനൊരു പ്രത്യാശ നൽകിയ ആ യുവനേതാവിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇവൻ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് പറഞ്ഞ് ഈ നാണം കെട്ടവൻ ഇറങ്ങിയത്. അവസാനം എന്തായി? ഇവന്റെ പന്തലിടിഞ്ഞു വീണു, പന്തല് പൊളിഞ്ഞു വീണു. വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാണികളാരുമില്ലാതായി, വിശ്വാസികളാരുമില്ലാതായി. അവസാനം അത് നയിക്കുവാൻ നിയോഗിച്ച നേതാക്കന്മാർ തന്നെ തമ്മിലടിയായി. നാണം കെട്ട്, മാനം കെട്ട് ഇവന്മാർ തല താഴ്ത്തി ആ പരിപാടി പൊളിഞ്ഞുപോയി. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു സൈലന്റ് ഇന്നർ ക്രൈ. പാവപ്പെട്ട അമ്മമാർ, തളർവാദ രോഗികൾ, ക്യാൻസർ രോഗികളടക്കം വിലപിച്ചു, നിലവിളിച്ചു. നോക്കുക, രാഹുൽ സന്തോഷത്തോടെ പാലക്കാടുണ്ട്. അവരെ നിനക്കൊന്നും നശിപ്പിക്കുവാൻ സാധ്യമല്ല. നിന്റെ ഒന്നും പാർട്ടി അവന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടുന്ന ഒരവസ്ഥ ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാവും. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന് മനസ്സിലാക്കണം. രാഹുലിന് വേണ്ടി, അവനെ കൂടെ നിർത്തുവാൻ വേണ്ടി നാളെ ഈ 250 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കും. കാരണം അയാൾ ജനഹൃദയങ്ങളിലുണ്ട്, ജനങ്ങളുടെ ഇടയിലാണ് പ്രത്യേകിച്ചത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, രാഹുലിന് എത്ര വയസ്സ് കാണും? ഒരു 38 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തി.
ഏതാണ്ട് കഴിഞ്ഞ 25 വർഷത്തിൽ അല്ലെ 30 വർഷത്തിൽ പരമായി MLA ആയി തുടരുന്ന ഈ കേക്കച്ചനോ അതല്ലെങ്കിൽ ഈ KC വേണുഗോപാലോ ഇതുപോലുള്ള ഈ രമേശ് ചെന്നിത്തലയോ അടക്കമുള്ളവർ അവരുടെ സംസാരവും ഇദ്ദേഹത്തെ സംസാരവും ശ്രദ്ധിക്കുക. ആ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നിങ്ങൾ നോക്കുക. ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നോക്കുക. ഇതുപോലെ ആട്ടിപ്പുറത്താക്കേണ്ടുന്നവനാണോ അവൻ? ഇതുപോലെ മിടുമിടുക്കനായ ഒരു യുവനേതാവിനെ ആട്ടിപ്പുറത്താക്കിയിട്ട് പുറത്തു നിർത്തിയിട്ട് ഇവന്മാർ എടുത്തു വെച്ചന്മാർ എങ്ങനെയുണ്ട്? പകരം 4 പേരെ ഈ പ്രസ്ഥാനത്തിൻ്റെ യുവനേതാക്കന്മാരെ ഇവന്മാർ അവരോധിച്ചു. എന്ത് നേട്ടമുണ്ടായി? അതുപോലെ ഇപ്പോൾ ഒരു ജംബോ ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ അറിയാവുന്ന കൊള്ളാവുന്ന ഓരോ ആളുടെ പേരെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവരെ കൊണ്ട് എന്തെങ്കിലും കാൽക്കാശിന്റെ പ്രസ്ഥാനം വരും ദിവസങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകുമോ? ഇതുപോലെ ജംബോ ലിസ്റ്റിൽ ഇടം കയറുവാൻ അതല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇടം കയറിയ ശേഷം മാത്രം പ്രവർത്തിക്കുവാൻ വരുന്നവനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ, നേതാക്കന്മാരെ, ഈ കസേര അത്യാഗ്രഹം മൂത്ത നാണം കെട്ടവന്മാരെ, നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ഈ 250 ദിവസവും നിന്റെയൊക്കെ പുറകെയല്ല മുമ്പിൽ കയറി മുഖത്ത് നോക്കി ഞങ്ങൾ ചോദിക്കും, രാഹുലിനുള്ള നീതി എവിടെ? രാഹുലിനെ മാറ്റി നിർത്തിയേക്കുന്നത് എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്? എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്റെയൊക്കെ ഈ നാറിയ നിലപാട് എന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിന്നെയൊക്കെ തോൽപ്പിക്കുന്നത് വരെ. ഓരോ പരിപാടിക്ക് ഇറങ്ങുമ്പോഴും ഉയരുന്ന ചോദ്യം ഇതായിരിക്കും, നാണം കെട്ടവന്മാരെ, മാനം കെട്ടവന്മാരെ, നീയൊക്കെ നിന്റെ കൂടെ നിൽക്കുന്ന, നിന്നെ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ സഹായിച്ച, ഇതിനുവേണ്ടി ആഴികൊണ്ട ഈ നേതാവിനെ ചവിട്ടിത്താത്തിട്ടിട്ട് നീയൊക്കെ എന്ത് ക്യാമ്പയിൻ ചെയ്യാൻ പോവുകയാണ്? ഏത് കനകുലുവിന്റെ കോലിന് നിന്നെയൊക്കെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും? ഏത് PR എക്സ്പേർട്ടിന് നിന്നെയൊക്കെ ജയിപ്പിക്കുവാൻ സാധിക്കും? ഏത് കർണാടക മാഫിയയുടെ കള്ളപ്പണത്തിന് നിന്നെയൊക്കെ ഇവിടെ ഉയർത്തുവാൻ സാധിക്കും? ഏതൊക്കെ നേതാവിനെ കെട്ടിയിറക്കിയാലും നിനക്ക് ഇവിടെ ഈ പ്രസ്ഥാനത്തെ പൊക്കാൻ സാധിക്കും? ഇവിടുത്തെ യുവനേതാക്കന്മാരെ ഒതുക്കുവാൻ വേണ്ടി ഓരോരോ പദവികൾ കൊടുത്ത് അരുണാചൽ പ്രദേശിലേക്കും മേഘാലയയിലേക്കും ഗോവയിലേക്കും ഒക്കെ വിടുമ്പോൾ നീയൊക്കെ ഓർക്കുന്നുണ്ടോ കേരളത്തിൽ നിനക്കൊക്കെ കേക്ക് വോക്കിനുള്ള അവസരമുണ്ടാകുമെന്ന്? അഗ്നിക്കാവടിയാണ് നിന്നെ കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ അഗ്നിക്കാവടിക്ക് നീയൊക്കെ തയ്യാറായിക്കോളൂ. അതുപോലുള്ള നിങ്ങൾ പോകുന്ന ഓരോ പാതകളിലും തീ ആളിക്കത്തിക്കുവാൻ ഇവിടെ ഞങ്ങളുണ്ടാവും, ജനങ്ങളുണ്ടാവും എന്ന് കരുതിയിരിക്കണം. രാഹുലിന് നീതി കൊടുക്കാതെ, രാഹുലിനെ ഒതുക്കിയിട്ട് ഇവിടെ ഒരു ഒറ്റ കോൺഗ്രസ്സുകാരനും മുന്നോട്ട് പോകില്ല. ഞാൻ പറയുന്നു, രാഹുലുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഒരു ഹൈപ്പത്തറ്റിക്കൽ ഒരു പേഴ്സൺ മാത്രമാണ് അദ്ദേഹം. രാഹുൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് അങ്ങനെ എടുത്താൽ മതി. സത്യസന്ധമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ യുവനേതാവിനെ ഇല്ലാതാക്കി നീയൊന്നും ഇവിടെ മുന്നേറില്ല, ഇവിടെ ഭരണകൂടം ഉണ്ടാവില്ല, അപ്രകാരം ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാവില്ല. അതിവിടുത്തെ ഓരോ ജനങ്ങളുടെയും പൾസാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും സംവേദിക്കുന്നതിനേക്കാളും കൂടുതൽ സാധാരണക്കാരായ ജനങ്ങളോടും ഓരോ സെഗ്മെന്റിലുമുള്ള ആളുകളോടും ആശയവിനിമയം നടത്തുന്ന, നേരിട്ട് സംസാരിക്കുന്ന, എനിക്ക് ഫോൺ കോളുകൾ എടുക്കുവാൻ സെക്രട്ടറിമാരില്ല, അസിസ്റ്റന്റുമാരില്ല, ഞാൻ ഒറ്റയ്ക്ക് മിനിമം ഒരു 18 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. ഇതിനിടയ്ക്ക് വരുന്ന ലോകമെമ്പാടുമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരുടെ പൾസ് അറിയുകയും ആ ജനങ്ങളുടെ വികാരം അറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, കുടിലബുദ്ധിക്കാരായ കോൺഗ്രസ് നേതാക്കന്മാരെ, കേക്കച്ച, നിന്റെയൊക്കെ പ്ലാനും പദ്ധതികളും ഞങ്ങൾ പൊളിക്കും, ജനങ്ങൾ പൊളിക്കും. ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ അവരുടെ ഈ വിരൽ കൊണ്ട് നിന്നെയൊക്കെ, ഈ ചൂണ്ടുവിരലിൽ ഞങ്ങൾ നിന്നെയൊക്കെ ഒതുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ 60 ദിവസം കൊണ്ട് നിനക്കൊക്കെ അതിൻ്റെ ഹീറ്റ് കിട്ടിക്കഴിഞ്ഞു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സോ 60 ദിവസം കൊണ്ട് ഇത്രയും ചൂട് ഞങ്ങൾക്ക് ഈ ചെറിയ കൂട്ടായ്മകൾ കൊണ്ട്, ഈ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ കരുതുക, ഈ വരുന്ന മിഷൻ 250യുടെ 10ാം ദിനമാണെന്ന്. 240 ദിനങ്ങൾ പിന്നിടുന്നു. അതിലെ ഓരോ സെക്കൻഡും ഞങ്ങളുടെ മനസ്സിലൂടെ കൃത്യമായി, ഞങ്ങൾക്ക് ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യണമെന്ന് കൃത്യമായ പ്ലാനും ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ 240 ദിവസത്തിനുള്ളിൽ നിന്റെയൊക്കെ ആണിക്കല്ല് ഞങ്ങൾ അറക്കും, മുറിച്ചിടും, അറത്തിടുമെന്ന് നീയൊക്കെ മനസ്സിലാക്കുക. ഇത് ചുമ്മാ ഗീർവാണം അടിക്കുന്നതല്ല. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പൊട്ടിക്കെന്ന് പറഞ്ഞതല്ല. പൊട്ടിക്കെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും, തകർക്കുമെന്ന് പറഞ്ഞാൽ തകർത്തിരിക്കും. അതാണ് ജനങ്ങളുടെ ഇച്ഛ, ജനങ്ങളുടെ വിൽ. അതിപ്പോൾ മനസ്സിലായി കാണും എന്ന് നിങ്ങൾക്ക് കരുതുന്നു. ഇതൊരു
നീയൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷണത്തിന് വേണ്ടിയോ അന്നത്തെ അപ്പത്തിന് വേണ്ടി വല്ലവൻ്റെയും കാശിന് വേണ്ടിയോ കുരയ്ക്കുന്നവൻ്റെ ശബ്ദമല്ല. ലോകമെമ്പാടുമുള്ള ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആ ജനങ്ങളുടെ ആ സൈലൻ്റ് ആയിട്ടുള്ള ആ കരച്ചിലിൻ്റെ തീവ്രത മനസ്സിലാക്കി, ആ പൾസ് മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദമാണെന്ന് മാത്രം കരുതുക. ഇതൊരു PR ക്യാമ്പയിനോ ഏതെങ്കിലും ഉച്ഛിഷ്ടം തിന്നിട്ടുള്ള ആ ഉണർവിലോ പ്രവർത്തനമല്ല എന്ന് മനസ്സിലാക്കുക. കാരണം നിൻ്റെയൊക്കെ അടിവേര് അറുത്തിട്ടേ ഞങ്ങൾ പിൻവലിക്കൂ. എന്ത് സംഭവിച്ചാലും ഈ മിഷനിടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾക്കറിയാം, ഏതൊരു മിഷൻ ആരംഭിക്കുമ്പോഴും നമുക്കറിയാം ആ മിഷനുമായി മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാം, അത്യാഹിതങ്ങൾ ഉണ്ടാവാം, മരണം വരെയും സംഭവിക്കാം. ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ നീയൊക്കെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അവർ ഞങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ രക്തത്തിനായി പമ്മിയിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഏത് നിമിഷവും കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടാമെന്ന് മനസ്സിലാക്കി തന്നെ ഏത് നിമിഷവും ഒരു ടിപ്പറോ വാളോ കത്തിയോ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം പേടിപ്പെടുത്തലുകൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ ഒന്നും ഞങ്ങൾ ഭയപ്പെടില്ല. ഞങ്ങളുടെ ആ മിഷനിൽ നിന്നും ഞങ്ങൾ പിന്മാറില്ല. ദ മിഷൻ ഹാസ് ടു ഗോ ഓൺ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള i2i ന്യൂസിൻ്റെ പ്രേക്ഷകരെ, ഇത്രയും ദിവസം ഈ മിഷൻ 60യുടെ ഈ 60 ദിവസവും എൻ്റെ നാവിന് ബലമേകിയത്, എനിക്ക് പിൻബലമേകിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങളാണ്. തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന ഏക സഹായം എന്ന് പറയുന്നത് ഈ പ്രതികരണങ്ങളാണ്. നിങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങളാണ്, ആ മോറൽ സപ്പോർട്ടാണ്. മറ്റൊന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ വാർത്ത നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ സത്യം ഇവന്മാർ പരമാവധി സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇവന്മാർ വിലക്കെടുത്ത മാധ്യമ സിൻഡിക്കേറ്റുകളെ നടത്തി പലതരത്തിലുള്ള മാനിപ്പുലേഷനുകളും അറ്റൻഷൻ ഡൈവേർട്ടിംഗ് ടാക്ടിക്സും ഇവന്മാർ നടത്തും. അത് മനസ്സിലാക്കി തന്നെ ഇതിനിടയ്ക്ക് വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് ചെറിയ ഒരു കനലുമായി പോവുകയാണ് നമ്മൾക്ക് ഈ 240 ദിവസം ആ ലക്ഷ്യം സാധിക്കുവാനായി മുന്നോട്ട് പോകേണ്ടതായുണ്ട്. ഈ യാത്രയിൽ മുന്നിൽ നിന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ പിന്തുണയും നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ ആ ഐക്യദാർഢ്യവുമാണ്. അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ രാഹുലിന് വേണ്ടി നിന്നു. ഇനി വരും ദിവസങ്ങളിലും ഇദ്ദേഹത്തെ തിരികെ എടുക്കുന്നത് വരെ, എടുത്തില്ല എങ്കിൽ ഇവന്മാരുടെ അടിവേര് അറക്കുന്നത് വരെ ഒപ്പമുണ്ടാവണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.